നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 716 716. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 716 സർഗം 206. വളരെ മനോഹരമായിട്ടുള്ള ശ്രുതിഗീത, അതാണ് എൻ്റെ ഹെഡിങ്. ഒരു 200 ചില്ലാൻ ശ്ലോകമുണ്ട്. അതിപ്പോൾ 4 ദിവസമായി ഇപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിൽ അവസാനത്തെ ശ്ലോകം ഇന്നലെ നിർത്തിയത്, കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത് 132 ശ്ലോകം. ജീവിപ്പതെന്തിനാണെന്നും പോലും ഓർക്കാതെ കേവലം അല്പകാര്യങ്ങളിൽ തന്നെ ബദ്ധരായി വാഴുകയാം പ്രഭു. എന്തിനാണ് ജീവിക്കണത് എന്ന് അറിയാതെ കണ്ട് നട്ടം തിരിയുന്ന സമൂഹമാണ് നമ്മുടേത്. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ലൈഫ്? മോക്ഷമാണെന്നോ ഭക്തിയാണെന്നോ പറയാൻ സാധിക്കാണ്ട് കുഴങ്ങാണ്. വെട്ടിപ്പിടിച്ച് വലിയ ആളാവണം എന്നൊരു ധാരണയുണ്ട്. വെട്ടിപ്പിടിച്ചവരുടെയൊക്കെ സ്ഥിതി വളരെ മോശമാണെന്ന് ചുറ്റുപാടും കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നിട്ടും നമ്മൾ നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. അതാണ് ആധ്യാത്മികത അല്ലാതെ കണ്ട് മഹത്തായ ഔഷധം വേറൊന്നുമില്ല. മനസ്സിലായില്ലേ? എന്തിനും ഏതിനും സിദ്ധൌഷധം ആധ്യാത്മികതയാണ്. അതും ശുദ്ധ മനസ്സോടുകൂടി നിഷ്കാമ കർമ്മം ചെയ്തിരിക്കുന്നവർക്കൊക്കെ ഈ കലിയുഗത്തിലും ക്ഷേമമാണ്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോവാ. സർവന്തര്യാമിയായി മിന്നും അവിടേക്കെന്നും ഒന്നിലും കർത്തൃത്വം വാസ്തവത്തിങ്കൽ ഇല്ല തെല്ലും നനയ്ക്കുകിൽ ആലോചിക്കുകയാണെങ്കിൽ. പക്ഷെ നമ്മൾ ആലോചിക്കണില്ല. നമുക്ക് വികാരം കൊള്ളാനാണ് താല്പര്യം. അടിയോടടി പൊടിയേരി കഞ്ഞി എന്ന് പറഞ്ഞ കൂടുതലാണ് ജീവിതം. അമ്മ സംസാരിച്ചാലും അച്ഛൻ സംസാരിച്ചാലും അവരെ നിർത്തി പൊരിക്കുന്ന ഒരു ജീവിത രീതിയാണ്. പിന്നെ അമ്മായിപ്പൻ്റെയും കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? സഹോദര സ്നേഹം, സഹോദരി സ്നേഹം, ഭാര്യ ഭർത്തൃ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. വളരെ മോശമായിട്ടുള്ള സ്ഥിതികളാണ്. അതുകൊണ്ടാണ് സർവന്തര്യാമിയായി മിന്നും എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന അങ്ങ് അവിടേക്ക് എന്നും ഒന്നിലും കർത്തൃത്വം വാസ്തവത്തിങ്കൽ ഇല്ല തെല്ലും നനയ്ക്കുകിൽ. ആലോചിക്കുകയാണെങ്കിൽ ഒട്ടുമില്ല. പക്ഷെ നമ്മൾക്കൊരു പൂരം നടക്കണമെങ്കിൽ എത്ര ആൾക്കാർ വേണം? പടക്ക കമ്മിറ്റി, വാദ്യ കമ്മിറ്റി, ആന കമ്മിറ്റി, തടപ്പുള്ളി കമ്മിറ്റി, ക്ഷേത്ര കമ്മിറ്റി, പണം പിരിവ് കമ്മിറ്റി, ഇങ്ങനെ 100 കമ്മിറ്റി വേണം. ആരും കണക്ക് കൊടുക്കില്ല പ്രോപ്പറായിട്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ അതാവിധം തന്നെയല്ലി, അത് ആവിധം തന്നെയല്ലി. ഞാൻ പറഞ്ഞതിന് വ്യത്യാസമൊന്നുമില്ലല്ലോ ചോദിക്കുക കവി. ജീവനും സത്യമോതുകിൽ പിന്നീടമ്മട്ട് ഉപാസ്യത്വം പരമാത്മാവിനീവിധം. അതായത് ജീവനും സത്യമോതുകിൽ, സത്യം പറഞ്ഞാൽ എമ്മട്ട് ഉപാസന എങ്ങനെയാണ്? ജീവനും സത്യമോതുകൾ പിന്നീട് എമ്മട്ട് ഉപാസ്യത്വം. ആരേനെ ഉപാസിക്കുന്നു? ജീവൻ പരമാത്മസ്വരൂപത്തെ
ഉപാസിക്കുന്നുണ്ടോ ഇല്ലയോ? പരമാത്മാവ് ഈ വിധം ശങ്കിക്കില്ല, ഇന്ദ്രിയാപേക്ഷയില്ലെന്നറിവ് ബുദ്ധിമാൻ. കണ്ണും കാതും വേണ്ട കാണാൻ കേൾപ്പാനും ആമട്ടെഴും ഭവാൻ. ശങ്കിക്കില്ല, ഇന്ദ്രിയാപേക്ഷയില്ലെന്നറിവ്, ശങ്കിക്കില്ല, സംശയമില്ല. എന്തിന്? ഇന്ദ്രിയാപേക്ഷയില്ലെന്നറിവ് ബുദ്ധിമാൻ. കണ്ണും കാതും വേണ്ട കാണാൻ കേൾപ്പാൻ ആമട്ടെഴും ഭവാൻ. അതായത് കണ്ണും കാതൊന്നും വേണ്ട, നല്ലൊരു മനസ്സുണ്ടായാൽ മതി. ആ മനസ്സ് നിർമ്മലതയെ പ്രാപിച്ചാൽ അവിടെ ഭഗവാന്റെ ബിംബം കാണാം. ഭഗവാന്റെ എന്താണെന്നാ പറയുക, തേജോമയമായ മൂർത്തിയെ മനസ്സിൽ കാണാം. കണ്ണും കാതും വേണ്ട കാണാൻ കേൾപ്പാൻ ആമട്ടെഴും ഭവാൻ. ബുദ്ധീന്ദ്രിയാദി സൗഭാഗ്യം സർവർക്കും നൽകി അങ്ങനെ സ്വയം പ്രകാശമാർന്നെങ്ങും വിലസിടുകയല്ലയോ. എവിടെയാണ് ഭഗവാൻ വിലസാതെ കണ്ടിരിക്കുന്നത്? ഭഗവാൻ സാർവത്രികമായി വിലസുന്നു. ഒരു പുഷ്പം, ഒരു പൂവ്, ഒരു കായ, ഒരു ഇല, പാറ, കല്ല്, ഒരു മരം, ഒരു ചെടി, ഒരു ജീവൻ, ഒരു ജന്തു, എന്തിനെ എടുത്താലും അതിൽ തേജസ്സുള്ളതുണ്ട്. തേജസ്സാണല്ല, അതറിയാനുള്ള വൈഭവം നമ്മൾക്കില്ല. എങ്ങനെയാണ്? നമ്മൾ നമ്മുടെ ബുദ്ധിനെ മയക്കിക്കെടുത്തുക ചെയ്തിട്ടുള്ളത്. എങ്ങനെ? കള്ളു കുടിച്ചിട്ടും നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടും. എന്താ അതിന് അപാകത ചോദിക്കും നിങ്ങൾ? അപാകത ഞാൻ പറയാം. അത് സനാതനധർമ്മത്തിൽ ചത്തതിനെ തിന്നാൻ പറഞ്ഞിട്ടില്ല, ഒന്നിനെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ടെന്താ കൊല്ലാൻ അല്ല തിന്നാൻ? ചത്ത ഒരു സാധനത്തിനെ തിന്നില്ല പരമശൈലി. അത് അറിവില്ലായ്മ കൊണ്ടാണ്. രജോ ഗുണവും തമോ ഗുണവും മുറ്റി നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം. ഞാൻ എത്ര ഒച്ചത്തിൽ സംസാരിച്ചിട്ടും കാര്യമില്ല. ഋഷീശ്വരന്മാർ എത്രയോ മൗലികമായ കാര്യങ്ങൾ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്, അതാരും ശ്രദ്ധിക്കണില്ല. സ്വയം പ്രകാശമാർന്നെങ്ങും വിലസിടുകയല്ലയോ. ആ മട്ടിലല്ല അസ്വതന്ത്രൻ ഭാര്യ പുത്രാദി സർവവും. ആ മട്ടിലല്ല അസ്വതന്ത്രൻ. ആർക്കാ സ്വാതന്ത്ര്യം ഉള്ളത്? ആർക്കും സ്വാതന്ത്ര്യം. സ്ത്രീക്കുണ്ടോ? പുരുഷനുണ്ടോ? മക്കൾക്കുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ അവർ തെറ്റ് ചെയ്യുമോ? ചെയ്യില്ല. അപ്പോൾ ആ മട്ടിലല്ല സ്വതന്ത്രൻ ഭാര്യ പുത്രാദി സർവവും. തൻ്റേതായി തന്നെ ഓർത്തും കൊണ്ട് അവയിൽ തന്നെ മങ്ങുവോൻ. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അമ്പലത്തിൽ പോകാൻ സമയമില്ല, പുരാണം വായിക്കാൻ സമയമില്ല, ടി വിയിൽ സീരിയൽ കണ്ടില്ലെങ്കിൽ എന്തോ വലിയൊരു അപരാധമാണ്. രാമായണം വായിക്കണ്ട, ഭാഗവതം വായിക്കണ്ട. ന്യൂ ജനറേഷനാണ്. വാട്ട് ഇറ്റ് മീൻസ്? നത്തിങ്. സിംപ്ലി സ്പീക്കിംഗ്, ഇറ്റ് ഈസ് അജ്ഞത, ബുദ്ധില്ലായ്മ, അത്രയേ ഉള്ളൂ. ആ മട്ടിലല്ല അസ്വതന്ത്രൻ ഭാര്യാപുത്രാദി സർവവും. തൻ്റേതായി തന്നെ ഓർത്തും കൊണ്ടവയിൽ തന്നെ മങ്ങുവോൻ. നാനോപാധികളിൽ തങ്ങും. ഉപാധികൾ, പലതരത്തിലുള്ള ഉപാധികൾ. ഞാനില്ലെങ്കിൽ അവരില്ല. എൻ്റെ തലയിലാണ് എല്ലാവരും. നാനോപാധികളിൽ തങ്ങും ജീവൻ നിൻ പാദപങ്കജം ഉപാസിക്കുകയെ വേണം. ഉൾക്കൊണ്ട കറ നീങ്ങുവാൻ. ഉൾക്കൊണ്ട, അവരവരായിട്ട് വാരി വലിച്ച് മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള കറ നീങ്ങാൻ ഈശ്വരോപാസന മാത്രമേ നിവൃത്തിയുള്ളൂ എന്നർത്ഥം. നാനോപാധികളിൽ തങ്ങും ജീവൻ നിൻ പാദപങ്കജം ഉപാസിക്കുകയെ വേണം. ഉൾക്കൊണ്ട കറ നീങ്ങുവാൻ. അതായത് കറ നമ്മളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കറ തന്നിൽ വന്നിട്ട് കയറുമോ? ഇല്ല. മായയിൽപ്പെട്ടു ദേവന്മാർ പോലും തന്നെ ഭജിക്കയാം. ദേവന്മാരടക്കം ഈശ്വരനെ ഭജിക്കുകയാണ്. ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന, പ്രേമസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ഭജിക്കുകയാണ്. മായയിൽപ്പെട്ടു ദേവന്മാർ പോലും തന്നെ ഭജിക്കയാം. കൽപ്പിച്ചു നൽകും തൊഴിൽ ചെയ്തുകൊണ്ടു വിനീതരായി. കൽപ്പിച്ചു നൽകും തൊഴിൽ ചെയ്ത് ഉണ്ടുകൊണ്ട് വിനീതരായി. അല്ലേ? ദേവന്മാർ സത്യത്തിൽ അവർക്ക് വിധിച്ച നിവേദ്യങ്ങളൊക്കെ വാങ്ങിയിട്ട് സുഖമായിട്ടിരിക്കുകയാണ്. കൽപ്പിച്ചത് മാത്രമേ അവരെടുക്കണുള്ളൂ. നമ്മളോ
ആ കനി തിന്നരുത് എന്ന് പറഞ്ഞാൽ അത് തിന്നിട്ടേ വേറെ വർത്തമാനമുള്ളൂ. അച്ഛനായാലും ശരി, അമ്മാവനാണെങ്കിലും ശരി, ഏട്ടനായാലും ശരി, ഗുരുനാഥനായാലും ശരി, തിന്നരുത് എന്ന് പറഞ്ഞാൽ തിന്നും. അങ്ങനെയാണ്. ഭൂമണ്ഡലം ഇതൊട്ടാകെ രക്ഷിക്കും ചക്രവർത്തിയെ, ഭയഭക്തിയോടും കപ്പം നൽകും സാമന്തർ പോലവേ. ചക്രവർത്തിക്ക് അതാത് വർഷം കപ്പം കൊടുത്തിട്ടില്ലെങ്കിൽ, അതായത് റവന്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ, സാമന്തന്മാരായിരിക്കുന്ന പ്രഭുക്കൾക്ക് ഇരിക്കപ്പൊതി ഉണ്ടാവില്ല. ഇപ്പം എങ്ങനെയാണ് കംസ മഹാരാജാവിന് ഗോകുലാധിപനായിരിക്കുന്ന നന്ദഗോപുര വർഷാവർഷം വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പുതുവെണ്ണ, തൈര്, പാലൊക്കെ കൊണ്ട് കൊടുക്കണം. അങ്ങനെയാണ്. ഭൂമണ്ഡലത്തിലതൊട്ടാകെ രക്ഷിക്കും ചക്രവർത്തിയെ, ഭയഭക്തിയോടും കപ്പം നൽകും സാമന്തർ പോലവേ. ബുദ്ധീന്ദ്രിയാദികൾക്ക് ഈ മട്ടൊളി ചേർക്കുക കാരണം മാത്രമല്ല അവിടുത്തേക്ക് വശനാകേണ്ട ദേവനും. അവിടത്തേക്ക് വശനായാൽ നമ്മുടെ വർത്തമാനകാലം സുരക്ഷിതമായി. വർത്തമാനകാലം സുരക്ഷിതമായാൽ ഭാവികാലം സുരക്ഷിതമായി. ഭാവികാലം സുരക്ഷിതമായി എന്ന് പറഞ്ഞാൽ വർത്തമാനകാലത്ത് എന്ത് ചെയ്യും? ചോദ്യമാണ്. ബുദ്ധീന്ദ്രിയാദികൾക്ക് ഈ മട്ട് ഒളി ചേർക്കുക കാരണം മാത്രമല്ല അവിടുത്തേക്ക് വശനാകേണ്ട ദേവനും. തന്നിൽ നിന്നുളവാകുന്നോനത്രയല്ല അസ്വതന്ത്രനും. ആ മട്ടിലും നിൻ തൃപ്പാദം ആശ്രയിക്കേണ്ടയോ നരൻ. ഏത് തരത്തിൽ നോക്കിയാലും ശരി, ദിസ് വേ ഓർ ദാറ്റ് വേ അല്ലേ? ആ മട്ടിലും നിൻ തൃപ്പദം ആശ്രയിക്കേണ്ടയോ നരൻ. മനുഷ്യൻ ഭഗവാനെ സ്മരിക്കാതെ കൊണ്ട് ജീവിച്ചാൽ എന്താ ഉണ്ടാവുക? നാശം ഉണ്ടാവുള്ളൂ. ഇനി 143ാമത്തെ ശ്ലോകം എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി, ബ്രില്യൻറ്റ്. മായയോടൊത്തു വിളയാടിയിടുവാൻ നാഥനോർക്കവേ ചരാചരങ്ങളാം ജീവജാലങ്ങൾ ഉളവാകയാം. ഭഗവാൻ ഈശ്വരൻ മായയോടൊത്തു വിളയാടിയിടുവാൻ നാഥനോർക്കവേ. പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ എന്ന കഥാപാത്രം മായയാണ്. അവൾ നന്മയും തരും, തിന്മയും തരും. അവൾ ലക്ഷ്മിയായിട്ടും വാഴും, ഭദ്രകാളിയായിട്ടും വാഴും. ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ആരേനെ ദക്ഷനെ വധിക്കാൻ പോയവളാണ് ഭദ്രകാളി അല്ലേ? അതാ പറയണത്. മായയോടൊത്തു വിളയാടിയിടുവാൻ നാഥനോർക്കവേ ചരാചരങ്ങളാം ജീവജാലങ്ങളുളവാകയാം. തൻ കർമ്മഫലം ഉൾത്തിങ്ങി നിൽക്ക കൊണ്ടു പലതരം പ്രിയം അപ്രിയം ഈ വണ്ണം അവിടേക്കില്ല ഒരാളിലും. ഭഗവാന് പ്രിയമെന്നോ അപ്രിയമെന്നോ വ്യത്യാസമില്ല. നമ്മൾക്ക് പ്രിയമെന്നും അപ്രിയമെന്നും വ്യത്യാസമേ ഉള്ളൂ. കാരണം എന്താ? നമ്മൾ മായയ്ക്ക് അധീനന്മാരാണ്, അതീതരല്ല. ഭഗവാൻ അതീതനാണ്. ഭഗവാന്റെ ആജ്ഞാവർത്തിയാണ് മായ. അപ്പം നമ്മളും ഭക്തി പാരവശ്യം കൊണ്ട് മായയെ തളച്ചാൽ നമ്മൾക്കും എന്താവാം? മായയ്ക്ക് അതീതനാവാം, അധീനന്മാരാവണ്ട. അപ്പോൾ തൻ കർമ്മഫലം തിങ്ങി നിൽക്ക കൊണ്ട് പലതരം പ്രിയം അപ്രിയം ഈ വണ്ണം അവിടേക്കില്ലൊരാളിലും. മഴ പോലെ മുളപ്പിക്കും ഏതേതിനെയും മൊഴിയിൽ. മഴ പോലെ, മഴ പെയ്യാൻ തുടങ്ങിയാൽ നല്ലതും ചീത്തയും ഒക്കെ മുളയ്ക്കും ഇല്ലേ? തുളസി മുളയ്ക്കും. അതേപോലെ എന്താ പറയുക, കടിത്തുവ മേല് ഒരഞ്ഞാൽ ചെറിയുന്നൊരു പ്ലാന്റ് ഉണ്ട്, അതിനാണ് കടിത്തുവ. ഞങ്ങളുടെ നാട്ടിൽ പറയും എരുമത്തുവ എന്നൊക്കെ പറയും. പല സ്ഥലത്തും പല പേരിൽ അറിയപ്പെടും. അപ്പം മഴ പെയ്താൽ മതി, ഭൂമിയിൽ ഉണങ്ങിയിരിക്കുന്നതൊക്കെ മുളയ്ക്കുകയായി. മഴ പോലെ മുളപ്പിക്കും ഏതേതിനെയും മൊഴിയിൽ. ആകാശം പോലെ സർവത്ര സമന്നി ശൂന്യനാമിതം. ആകാശം പോലെ സർവത്ര സമന്നി ശൂന്യനാമിതം. ആകാശം ശൂന്യമാണ്. അതേപോലെ നമ്മളും എല്ലാറ്റിനോടും സമമായിട്ട് നിന്നാൽ മതി, സമചിത്തതയോടുകൂടി നിന്നാൽ മതി. കാരുണ്യം കൊണ്ടു സൃഷ്ടിയാതിലീല ചെയ്യുവതോർക്കുകിൽ മനുഷ്യനൊരു സൗവർണ സന്ദർഭം നൽകുവാൻ പ്രഭോ. ഭഗവാനെ,
കാരുണ്യം കൊണ്ട് സൃഷ്ടിയാദി ലീല ചെയ്യവതോർക്കുകിൽ മനുഷ്യനൊരു സുവർണ സന്ദർഭം ഉണ്ടെന്നാ സൃഷ്ടിയിൽ. അതെങ്ങനെയാണെങ്കിൽ കോഡ് ഓഫ് കണ്ടക്റ്റ് നോക്കി സൃഷ്ടി ചെയ്താൽ ആ സൃഷ്ടി നന്നാവും. കോഡ് ഓഫ് കണ്ടക്റ്റ് നോക്കാണ്ട് സൃഷ്ടി ചെയ്താൽ അത് അധമായിട്ട് മാറും. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. മായ കൊണ്ടുളവായിടും ഉപാധികൾ നിമിത്തമാം ജീവന് ബന്ധം അത് കൃപ നീക്കും അസംശയം. വലിയ ഒരു സത്യമാണ് പറഞ്ഞത്. മായ കൊണ്ട് ഉളവായിടും ഉപാധികൾ നിമിത്തമാം. മായയാണ് ഉപാധികൾ തരുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്തുണ്ട്? ജീവന് ബന്ധം സംഭവിക്കണം. അതേ മായയെ ഉപാധിരഹിതമാക്കിയാലോ മോക്ഷമായി. ബന്ധനം എന്നുള്ളതും മോക്ഷം എന്നുള്ളതും, ബന്ധനം എന്നുള്ളത് അജ്ഞതയും മോക്ഷം എന്നുള്ളത് ജ്ഞാനമാണ്. അജ്ഞതയും ജ്ഞാനം രണ്ടാണ്. കൃപ നീക്കും അസംശയം. ഭഗവാൻ, നമ്മളൊന്ന് ഭഗവാനെ തിരിഞ്ഞു നോക്കിയാൽ മതി. കൃപ നീക്കും അസംശയം. അതോർക്കാതുര ചെയ്യുന്ന ചിലരങ്ങിനെ. ഇത് ഓർക്കാതെ കണ്ട് എന്തൊക്കെ വിഡ്ഢിത്തരങ്ങൾ നമ്മൾ പറയണോ അത് ആ പറയുന്നവരെ നരകത്തിലേക്ക് എത്തിക്കും. അതോർക്കാതുര ചെയ്യുന്ന ചിലരങ്ങിനെ ജീവനും നിത്യനും വ്യാപകനും ആണെന്നാൽ മോക്ഷപരിശ്രമം. അതോർക്കാതുര ചെയ്യുന്നു ചിലരങ്ങിനെ. ജീവനെന്താ? നിത്യനാണ്, പരമസൗഖ്യം അനുഭവിക്കേണ്ടവനാ. അജ്ഞതയിലാണെങ്കിലോ കെട്ടുപാടായി. വ്യാപകനും സർവവ്യാപകനാണ് ജീവൻ ആണെന്നാൽ മോക്ഷപരിശ്രമം. നിത്യനും വ്യാപകനുമാണെന്നാൽ മോക്ഷപരിശ്രമം, മോക്ഷത്തിനുള്ള വഴിയായി. അല്ല, ബന്ധനാണെന്ന് വിചാരിച്ചാലോ നരകത്തിലേക്കുള്ളതായി. ചെയ്യേണ്ടതില്ലവൻ മോക്ഷപരിശ്രമം ചെയ്യേണ്ടതില്ലവൻ നിന്നെ ഓർക്കാൻ നിൻ തുല്യനാകയാൽ പരാപരൻ നിന്നെ അറിഞ്ഞിടുവോനെന്നുരപ്പവൻ. സത്യത്തിൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാനും ബ്രഹ്മം ഒന്നാണെന്നാണ് പറയുന്നത് അല്ലേ? തത്വമസി സദൃശനാണ്. അപ്പോൾ മോക്ഷപരിശ്രമം ചെയ്യേണ്ടതില്ലവൻ നിന്നെ ഓർക്കാൻ നിൻ തുല്യനാകയാൽ പരാൽപരൻ നിന്നെ, ഏറ്റവും ഉയർന്ന സ്ഥിതിയിലുള്ള നിന്നെ അറിഞ്ഞിടുവാനെന്നൊരപ്പവൻ അറിയാത്തവനാണെന്നാണ് എന്നും ഈ ഞങ്ങൾ തന്മതം. ഈശ്വരനെ അറിയുമെന്ന് പറയരുത്, ഈശ്വരനെ അനുഭവിക്കണമെന്ന് പറയൂ. ശരിയായി. അനുഭൂതി വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈശ്വരനെ അനുഭൂതിയിൽ ഞാൻ എത്ര അനുഭവിച്ചു എന്നുള്ളത് വേറൊരാളെ കൺവിൻസ് ചെയ്യണ്ട. കാരണം എന്താ? നമ്മുടെ ഇരുപ്പും സ്ഥിതിയും ഇരുപ്പും സ്ഥിതിയൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവും. ചിലവർക്ക് മനസ്സിലാവും നമ്മൾക്ക് ഈശ്വരാനുഭൂതി ഉണ്ട് എന്നുള്ളത്, ചിലവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിനും അവർക്കൊരു ഇൻ്റലിജൻസ് വേണം മനസ്സിലാവാൻ. അപ്പോൾ മോക്ഷപരിശ്രമം ചെയ്യേണ്ടതില്ലവൻ നിന്നെ ഓർക്കാൻ നിൻ തുല്യനാകയാൽ പരാൽപരൻ നിന്നെ അറിഞ്ഞിടുവനൊന്നുരപ്പവൻ അറിയാത്തവനാണെന്നാണെന്നും ഈ ഞങ്ങൾ തന്മതം. നിന്നിൽ നിന്നൊരു കാലത്ത് വേർപെട്ടോനോതുമട്ടിലും. വളരെ ഗൗരവമായിട്ടുള്ള വാക്കാ. നിന്നിൽ നിന്നൊരു കാലത്ത് വേർപെട്ടോൻ ഏതു മട്ടിലും. അവൻ ശവായി, അവൻ ഇന്നതാ. മരിച്ചൊരാൾക്ക് ഞാൻ ഇങ്ങനെയാണ് മരിച്ചതെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ജനിച്ചൊരാൾക്കും പറയാൻ പറ്റില്ല. കാരണം എന്താ? ജനിക്കുമ്പോൾ നമ്മൾക്ക് കൺവേഴ്സ് ചെയ്യാനുള്ള ഇൻ്റലിജൻസ് ഇല്ല. പിന്നെ എന്താ ഇപ്പം നമ്മൾക്ക് എന്തുണ്ടെന്നാണ് പറഞ്ഞത്? പറയൂ. അപ്പോൾ പിന്നെ അറിയാത്തവനാണെന്നും ഈ ഞങ്ങൾ തന്മതം. നിന്നിൽ നിന്നൊരു കാലത്ത് വേർപെട്ടോൻ ഏതു മട്ടിലും വീണ്ടും വന്നണിയും മറ്റു ചൊൽവതെല്ലാം അസുന്ദരം. അതായത് ജീവിച്ചിരിക്കുമ്പോൾ സുഹൃതം ചെയ്യാത്തവൻ വീണ്ടും ജനന മരണങ്ങളെ പുൽകുന്നു എന്നർത്ഥം. ജീവിച്ചിരിക്കുമ്പോൾ സൗഭാഗ്യത്തികവിൽ എന്ത് വേണം? സൗഭാഗ്യത്തികവിൽ മോക്ഷം പ്രാപിക്കാൻ സാധിച്ചിട്ടുണ്ടാവണം. മോക്ഷം പ്രാപിച്ചവന് പിന്നെ തിരിച്ചു വരുന്നില്ല, ജനന മരണങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി വരുന്നില്ല. അപ്പോൾ വീണ്ടും വന്നണിയും
മറ്റു ചൊൽവതെല്ലാം അസുന്ദരം. മറ്റ് വാചക കസർത്തുകളെല്ലാം അസുന്ദരം എന്ന് പറഞ്ഞാൽ എന്താ? സുന്ദരമല്ലാത്തത് എന്നർത്ഥം. ജീവാത്മാ പരമാത്മൈക്യം കാൺമോർക്കും ഇത് സമ്മതം. ജീവാത്മാ പരമാത്മ ഐക്യം. ജീവനും പരമാത്മാവും ഐക്യപ്പെടുക, ഒന്നായി തീരുക, ലയിക്കുക, ഒന്നിൽ ലയിക്കുക. കാൺമോർക്ക് ഇത് സമ്മതം. വിപ്രൻ ചണ്ടാളൻ ഈ ഭേദം. ബ്രാഹ്മണനെന്നും ചണ്ടാളനെന്നുള്ള വ്യത്യാസം. വിപ്രൻ ചണ്ടാളൻ ഈ ഭേദം കാണാത്ത സമദർശിയും. ബ്രാഹ്മണനെയും ചണ്ടാളനെയും ഒരേപോലെ കാണാൻ സാധിക്കണം. കാരണം എന്താ? രണ്ടാളിലും ബ്രഹ്മചൈതന്യമുണ്ട്. ബാക്കിയുള്ളതൊന്നും പ്രശ്നമല്ല. ഈ രണ്ടാളും മരിച്ചു കഴിഞ്ഞാൽ ഈ ഇൻ്റലിജൻസ് എവിടെ പോയി? അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ ഇൻ്റലിജൻസ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. പ്രീതികരമായിട്ട് ജീവിച്ചാലോ നമ്മൾ അനശ്വരന്മാരായി, ഇല്ലെങ്കിലോ നശ്വരന്മാരായി. അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ അനശ്വരത്വം, ഇല്ലെങ്കില്ല. വിപ്രൻ ചണ്ടാലൻ ഈ ഭേദം കാണാത്ത സമദർശിയും സേവകരെന്നുള്ള ഭാവം കൈക്കൊള്ളുവൂ മന്നിതിൽ. സേവകരെന്ന്, ഞാൻ ജനിച്ചത് മറ്റുള്ളവരെ സേവ ചെയ്യാനാണ് എന്ന ഒരു പഠനമാണ് ആവശ്യം. അതാണ് മമതാവർത്തികളാവരുത്, പ്രീതിവർത്തികളായിരിക്കണം. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് ജീവിക്കുക. സേവകരെന്നുള്ള ഭാവം കൈക്കൊള്ളൂ മന്നിതിൽ, ഈ ലോകത്തിൽ നിന്നാണ് പറഞ്ഞത്. ആർത്തനും ജ്ഞാനിയും മറ്റും എന്നെ താൻ പുണ്യമോളുകൾ. ആർത്തൻ ആവശ്യക്കാരൻ അർത്ഥം, വിഷമിക്കുന്നവൻ. ആർത്തത്രാണപരായണനെ സ്വാമിയേ ശരണമയ്യപ്പ. ആർത്തത്രാണപരായണൻ ജ്ഞാനിയും മറ്റും എന്നെത്താൻ പുണ്യമോലുകൾ ആശ്രയിച്ചിടും എന്ന് അമ്പാർന്ന് അരുളി ചെയ്തതുമില്ലയോ. എന്നെ ആശ്രയിച്ചാൽ അവരുടെ യോഗക്ഷേമം ഞാൻ വഹിച്ചോളാം എന്ന് അങ്ങ് പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും ആൾക്കാരെന്താ അങ്ങയെ പുലുകാത്തത്? അച്ഛനും അമ്മയും പറഞ്ഞു നടന്നാൽ അവന് കാശിക്ക് പോണ്ട. പക്ഷേ അച്ഛനമ്മയും പറഞ്ഞത് കേൾക്കില്ല, അവൻ കാശിക്ക് പോവും. ആ സമയവും പണവും വ്യർത്ഥം എന്നല്ലാണ്ട് അവന് മോക്ഷമില്ല. പ്രകൃതിക്കും പുരുഷനും ജന്മമില്ലായക കാരണം. പ്രകൃതി എവർ എക്സിസ്റ്റിംഗ് ആണ്. അതായത് ഒരു ആത്യന്തികമായിട്ടുള്ള മഹാപ്രളയം വന്നാലും പിന്നെയും അത് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രകൃതിക്കും പുരുഷനും ജന്മമില്ലായക കാരണം എന്താണ്? അതിൽ നിന്നുളവാം ജീവനെന്നോതുവത് അയുക്തികം. അത് ശരിയല്ല, യുക്തമല്ലാത്തതാണ്. വെള്ളവും കാറ്റും ഒരുമിച്ചുണ്ടാം കുമിള പോലവേ. വെള്ളവും കാറ്റും ഒരുമിച്ചുണ്ടാം ഏതുപോലെ? കുമിള. വെള്ളം ഇല്ലെങ്കിൽ കുമിള ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ ആ കുമിളയുടെ ഉള്ളിലെന്താ? കാറ്റ്. വെള്ളവും കാറ്റും ഒരുമിച്ചുണ്ടാം കുമിള പോലവേ. രണ്ടിൻ്റെയും ചേർച്ച കൊണ്ടു ദേഹം മുമ്പാം ഉപാധികൾ. ഈ ശരീരം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? പ്രകൃതിയും പുരുഷൻ്റെയും സംയോഗം കൊണ്ടാണ് ഈ ശരീരം ഉണ്ടാവുന്നത്. പുരുഷൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ല, പ്രകൃതി ഒറ്റയ്ക്ക് നടക്കില്ല. വെള്ളവും കാറ്റും ഒരുമിച്ചുണ്ടാം കുമിള പോലവേ. രണ്ടിൻ്റെയും ചേർച്ച കൊണ്ടു ദേഹം മുമ്പാം ഉപാധികൾ ഉളവാം. അതു ജീവൻ്റെ ജന്മമെന്നുരചയികയാം. ഇതിനേക്കാൾ എന്തിനാ ഒരു MBBS ഒക്കെ പഠിക്കണത്? 400 ഉറുപ്പ്യ കൊടുത്താൽ കിട്ടുന്ന ഈ ഗ്രന്ഥത്തിൽ ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾ സ്വന്തം മലയാളത്തിൽ വായിച്ച് പഠിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണിതൊക്കെ. ഫിലോസഫി ഒരു പ്രൊഫസറൊന്നും ആവണ്ട പ്രൊഫസ് ചെയ്യാൻ. ശുദ്ധ മനസ്സോടുകൂടി കാര്യങ്ങൾ വായിച്ചാൽ പ്രൊഫസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദേഹം മുമ്പാം ഉപാധികൾ ഉളവാം. അത് ജീവൻ്റെ ജന്മമെന്നുരചയികയാം. വീണ്ടും നിന്തൃപ്പതാം ബോധസേവാ സൗഭാഗ്യമോലുകിൽ. ജനിച്ച ശേഷം ഭഗവാന്റെ തിരുപാദപത്മത്തിൽ മൈത്രി ഉണ്ടായാൽ
അതിൽ ലയനം പ്രാപിക്കണമെന്നുള്ളൊരു ശുദ്ധബോധമുണ്ടായാൽ ചരിതാർത്ഥൻ ജന്മം കൊണ്ടതിനുള്ള ഉത്തരവാദിത്വം കഴിഞ്ഞു. ചരിതാർത്ഥനായി, ചരിച്ച് ഇവിടെ എത്തിയതിനുള്ള അർത്ഥമായി. ചരിതാർത്ഥൻ നാമരൂപ ഗുണാദികളോടൊത്തവൻ. അവന് പേരുണ്ട്, പ്രസക്തിയുണ്ട്, പദവിയുണ്ട്. നാമരൂപ ഗുണാദികളോടൊത്തവൻ നിന്നിൽ വന്നു ലയിച്ചിടും ആഴിയിൽ പുഴ പോലവേ. ഭഗവാനെ, ഏതൊരുത്തൻ നിൻ്റെ തിരുപാദ പത്മത്തിൽ ലയിച്ചാൽ, മഹാനദികൾ സമുദ്രത്തിൽ വന്നാൽ അവർക്ക് നാമവും രൂപവും ഇല്ലാതെ ഉണ്ടാകുന്ന പോലെ അവൻ രക്ഷപ്പെട്ടു. നാമരൂപ ഗുണാദികളോടൊത്തവൻ നിന്നിൽ വന്നു ലയിച്ചിടും ആഴിയിൽ പുഴ പോലവേ. മായാമോഹിതനായ അങ്ങിങ്ങ് അലഞ്ഞു പലതിങ്കലും. അപ്പോൾ ഭഗവാനിൽ ലയിച്ചില്ലേ വിചാരിക്കുക. ഈ ജീവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറ് നടന്ന് ക്ഷീണിച്ച് പരവശനായി എവിടെയെങ്കിലും വീണ് മരിക്കും, പിന്നെയും ജനിക്കും. എന്തിനു വേണ്ടി? കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ. അപ്പോൾ ഈശ്വരപ്രാപ്തി എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാതെ കണ്ടിരിക്കുന്നൊരു സമയമാണ്. അതെന്താ? ലയിച്ചിരിക്കുക, സമാധിയിൽ ഭഗവാനല്ല ലയിച്ചിരിക്കുക. മായാമോഹിതനായ അങ്ങിങ്ങലഞ്ഞു പലതിങ്കലും ഭ്രമിക്കുകിൽ മഹത്തായോരായുഷ്കാലം നശിക്കയാം. മഹത്തായിട്ടുള്ളൊരു ആയുഷ്കാലം, ആയുസ് മുഴുവൻ 100 കൊല്ലം ജീവിച്ചു, അല്ലെങ്കിൽ 80 വർഷം, 85 വർഷം, 90 വർഷം ജീവിച്ചു. എന്ത് നേടി? ഒന്ന് സെൽഫായിട്ട് ചോദിച്ചു നോക്കുക. അച്ഛനമ്മമാർ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? അച്ഛനമ്മമാരെ വിധിക്കനുസരിച്ച് സന്തോഷിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ള വ്യാകുലതകൾക്ക് കാരണം എന്താണ്? മനസ്സിലായോ? അപ്പോൾ മായാമോഹിതനായി അങ്ങിങ്ങ് അലഞ്ഞു പലതിങ്കലും ഭ്രമിക്കുകിൽ മഹത്തായോരു ആയുഷ്കാലം നശിക്കയാം. അതോർത്ത് നിമിഷം പോലും പാഴാക്കാം മതിയുള്ളവൻ. അതോർത്ത് നിമിഷം പോലും പാഴാക്കരുത്. മതിയുള്ളവൻ, മനസ്സുള്ളവൻ എന്നർത്ഥം. നല്ല മനസ്സുള്ളവൻ ജന്മാന്തര പുണ്യമാണ് അച്ഛനെയും അമ്മയും നോക്കുക, അല്ലെങ്കിൽ കുട്ടികളെ നോക്കുക, ശ്രദ്ധിക്കുക. ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയ്ക്കും ലോയലായിട്ടിരിക്കുക. പരസ്പരം ശരീരം കൊണ്ട് ആശ്രയസ്ഥലല്ല വേണ്ടത്. പരസ്പരം മര്യാദകൾ കൈമാറി അവരുടെ ആശയങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കാൻ സാധിച്ചാൽ, പരസ്പരം അവരവരുടെ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കണം, ഭർത്താവിന് ഭാര്യയുടെ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കണം. അത് ഏതുപോലെ? ജീവാത്മാ പരമാത്മാ ഐക്യം പോലെ പുരുഷനും പ്രകൃതിയുള്ള ബന്ധമാണത്. അതോർത്ത് നിമിഷം പോലും പാഴാക്കാം മതിയുള്ളവൻ പുണ്യമാം ജീവിതം കൊണ്ടു പാരിന്നു മുതൽ കൂട്ടുപോൻ. നമ്മുടെ ജീവിതം, നമ്മുടെ ഒരു 10-60-70 കൊല്ലത്തെ ജീവിതം കോടാനുകോടി വർഷങ്ങൾ പഴക്കമുള്ള ഭൂമിക്ക് പേരുണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ് പറഞ്ഞത്. അതിന് ഉദാഹരണമാണ് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ. എല്ലാവരും നമ്മളെപ്പോലെ തന്നെ പേരുണ്ടാക്കി കൊടുത്തു, ഇല്ലേ? ദ്വാപരയുഗത്തിൽ ജീവിച്ച ആൾക്ക് കൃതയുഗത്തിലും ത്രേതായുഗത്തിലും കലിയുഗത്തിലൊക്കെ പേരാ. എന്താ കാരണം? അവർ ചെയ്തിട്ടുള്ള സത്കർമ്മങ്ങൾ കാരണം. അതോർത്ത് നിമിഷം പോലും പാഴാക്കാമതിയുള്ളവൻ പുണ്യമാം ജീവിതം കൊണ്ടു പാരിന്നു മുതൽ കൂട്ടുപോൻ. ശ്രവണം, കീർത്തനം, ധ്യാനം മുതലാം സൽപ്രവൃത്തിയിൽ ഭാഗവതം കേൾക്കുക, ഭാഗവതം കീർത്തിക്കുക, ഭാഗവതത്തിനെ ഭഗവാനെ ധ്യാനിക്കുക. ഇത് സൽപ്രവൃത്തികളാണെന്നാണ് പറഞ്ഞത്. സൽപ്രവൃത്തിയാണ്. ഭാഗവതം കേൾക്കുക, ഭാഗവതത്തിനെ കീർത്തിക്കുക, ഭഗവാനെ ധ്യാനിക്കുക,
മുതലാം സൽപ്രവൃത്തിയിൽ മുഴുകി തന്നെ എന്നെന്നും പരമാനന്ദമഗ്നനാം. കുചേലൻ അതിനൊരു ഉദാഹരണമാണ്. കുചേലൻ ഭാഗവതം പഠിക്കണു, കീർത്തിക്കണു, മനനം ചെയ്യണു, ധ്യാനിക്കണു. മുഴുകി തന്നെ എന്നെന്നും പരമാനന്ദമഗ്നനാം. ആ മട്ടിൽ അവിടേക്കെന്നും പ്രിയനാം അവൻ. അത് അപ്പം ആ കുചേലനെ പോലെ നമ്മൾ ഓരോരുത്തരെയും ഭഗവാൻ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ കുചേലനെ പോലെ നിഷ്കാമമായിട്ട് ഭാഗവതം വായിക്കണം, ഭാഗവതത്തിനെ കീർത്തിക്കണം, മനനം ചെയ്യണം, ധ്യാനിക്കണം. ആ മട്ടിൽ അവിടേക്കെന്നും പ്രിയനാം അവനൊന്നിലും ഭയമില്ല അല്പവും. ഉപനിഷത്തുകളിൽ പല കഥകളിലും ചോദിക്കുന്നുണ്ട്, എന്തിനാണിത് പഠിക്കുന്നത്, ഇതെന്തിനാണ് പഠിപ്പിക്കുന്നത്? രണ്ട് പഠിപ്പിക്കുന്നവനും പഠിക്കുന്നവനും ഒരേ ഉത്തര: നിർഭയത്വം. ജീവിതത്തിൽ ഒന്നിനെയും ഭയക്കാതെ കൊണ്ട് ജീവിക്കുക. മരണത്തിനെ പ്രീതിപൂർവം സ്വീകരിക്കാൻ സാധിക്കണം. മരണത്തിനെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കുക. ഇനി ഞാൻ ഈ വഴിക്ക് വരില്ല എന്നുള്ള ബോധം ഉണ്ടാവണം. അതാണ് പുരാണ ഇതിഹാസങ്ങൾ പഠിക്കണതിൻ്റെ ഉദ്ദേശം. എന്താ? നിർഭയത്വമാണ്. അല്ലാണ്ട് എത്ര അസറ്റ് ഉണ്ട് എന്നുള്ളതല്ല. ഏറ്റവും വലിയ അസറ്റ് മരണത്തിന് ഭയമില്ലാതെ ഇരിക്കലാണ്. ആ മട്ടിൽ അവിടേക്കെന്നും പ്രിയനാം അവനൊന്നിലും ഭയമില്ല അല്പവും കാലചക്രം തൃക്കൈയിലല്ലയോ. ഭയമില്ല അല്പവും കാലചക്രം തൃക്കൈയിലല്ലയോ. അതിൻ്റെ ഒക്കെ ഒരു വ്യാപ്തി. തൃക്കൈയിൽ, ഭഗവാന്റെ തൃക്കൈയിലല്ലേ കാലചക്രം? അതെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതമാകുന്ന കാലചക്രം തിരിക്കണോ തിരിക്കണ്ടേ, അതിൽ വീഴണോ വീഴണ്ടേ എന്നുള്ളത് ആരാ തീരുമാനിക്കാൻ? അവരവരുടെ സ്വന്തം മനസ്സാകുന്ന സുദർശനം. മനസ്സിനെ സുദർശനമായിട്ട് കണക്കാക്കുക. സാത്വിക ദർശനങ്ങൾ മാത്രമേ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സുദർശനം നമ്മൾക്ക് സ്വീകാര്യമായി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഭയമില്ല അല്പവും കാലചക്രം തൃക്കൈയിലല്ലയോ. എൻ്റെ ഭാവി എൻ്റെ പ്രസൻറ്റ് ടെൻസിലാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാവി നിങ്ങളുടെ കയ്യിലാണ്. അതിൽ ശിവനും കൃഷ്ണനും ഒന്നും പറയാനില്ല, ഭദ്രകാളിക്കൊന്നും പറയാനില്ല. നന്മ ചെയ്തിട്ടുണ്ടോ, ആനന്ദം പരമാനന്ദം ചിന്മയാനന്ദം ആയി. നിഷ്കാമകർമ്മം ചെയ്ത് പുനരഭിജനനം വേണ്ട, എനിക്ക് മോക്ഷം മതി, എനിക്ക് ഭക്തി മതി, അത് ഭഗവാനും കൂടി കേട്ടാലത്തെ സ്ഥിതി എന്തായി? രക്ഷപ്പെട്ടു. അങ്ങനെയിരിക്കുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിങ്ങൾക്ക് ഏവർക്കും ഒരുപോലെ ഉണ്ടാവാനും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം.